മോളെ നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണോ? അത് വർക്ക് ചെയ്യുന്നില്ല. ആണോ? അത് സർവീസിന് കൊടുത്തതല്ലേ? കൊടുത്തതാ, പക്ഷെ കംപ്ലൈന്റ് ആയി. ഒന്നല്ലെങ്കിൽ വീണ്ടും നല്ലൊരു ഷോപ്പിൽ സർവീസിന് എടുക്കണം, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിത്തരാം. ഇതിന് രണ്ടിനും പറ്റിയ സ്ഥലം ഏതാണെന്നറിയോ? ഏതാ? റോയൽ കൊച്ചിൻ. റോയൽ കൊച്ചിൻ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. പള്ളുരുത്തി കോർപ്പറേഷൻ ഓഫീസിന് താഴെ മെഡിക്കൽ ഷോപ്പിന് സമീപം. ഇന്ന് സൺഡേ അല്ല അച്ഛാ, അവധിയായിരിക്കും. സൺഡേ ഹോളിഡേ അല്ല, മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 9:30 മണി വരെ പ്രവർത്തിക്കും. അതാണ് റോയൽ കൊച്ചിൻ. റോയൽ കൊച്ചിൻ ഫുൾ ഡേ സർവീസ് ആണല്ലേ? അത് കൊള്ളാലോ. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും സർവീസ് അടുത്തിരുന്ന് കാണാം. ലൈവ് സർവീസ് സെന്റർ, അതാണ് റോയൽ കൊച്ചിൻ. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഇനി അതല്ല, യൂസ്ഡ് മൊബൈൽ ആയാലും സൗണ്ട് സിസ്റ്റം ആയാലും EMI വഴി സ്വന്തമാക്കാം. ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ അവിടെ പോയാൽ മതിയായിരുന്നു. ഇത് മാത്രമല്ല, ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. ഇനി അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ ഇന്ന് തന്നെ പോയിരിക്കും. 15 വർഷത്തെ പാരമ്പര്യവുമായി വിശ്വസ്തയുടെ പര്യായമായി ജൈത്രയാത്ര തുടരുന്നു. റോയൽ കൊച്ചിൻ. റോയൽ കൊച്ചിൻ. ഫോർട്ട് കൊച്ചി കടപ്പുറം ഇരുട്ടിൽ അനക്കമില്ലാതെ നഗരസഭാ അധികൃതർ. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷം. ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചി കടപ്പുറത്തിന്റെ കവാടമായ വാസ്കോഡഗാമ സ്ക്വയർ മുതൽ നടപ്പാത വരെ ഇരുട്ടിൽ. ഇതുമൂലം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. CSML ആണ് ഇവിടുത്തെ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. ഇവർക്ക് തന്നെയായിരുന്നു പരിപാലന ചുമതലയും. എന്നാൽ ഇപ്പോൾ CSML ഈ വിളക്കുകൾ നഗരസഭയ്ക്ക് കൈമാറിയതായാണ് വിവരം. ഇതേ തുടർന്ന് വിളക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ നിന്ന് ഇവർ പിന്മാറി. നഗരസഭയാകട്ടെ മറ്റാർക്കും ഇതിനായുള്ള കരാർ നൽകിയിട്ടുമില്ല. ഇതോടെ ടൂറിസം കേന്ദ്രത്തിലെ വഴിവിളക്കുകൾ എന്ന് തെളിയിക്കുമെന്ന് യാതൊരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഇതുമൂലം സന്ധ്യ മയങ്ങിയാൽ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് പരാതിയുണ്ട്. കുടുംബവുമായി കടപ്പുറത്ത് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ലഹരി ഉപയോഗവും അനാശാസ പ്രവർത്തനങ്ങളും ഇവിടം കേന്ദ്രീകരിച്ച് നടക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസും ഈ ഭാഗത്ത് കാര്യമായ പെട്രോളിംഗ് നടത്തുന്നില്ലെന്നും പരാതിയുണ്ട്. വഴിവിളക്കുകൾ ഇല്ലാതായതോടെ തെരുവ് കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആശ്വാസം. ഇടജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഇവിടുത്തെ വിളക്കുകൾ തെളിയിക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് ഡിവിഷൻ കൗൺസിലർ ഷൈനി മാത്യു കത്ത് നൽകിയിട്ട് മാസങ്ങളായി. ഫണ്ട് അനുവദിച്ചാൽ അറ്റകുറ്റപ്പണികൾ നടത്തി വിളക്കുകൾ കത്തിക്കാൻ കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ നഗരസഭ നടപടിയൊന്നും എടുത്തിട്ടില്ല. അടിയന്തരമായി പ്രശ്ന പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.